അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ കഥക്ക് ഒരു 22 വർഷം പഴക്കമുണ്ട്. അങ്ങനെ ഒരു കഥയാണ്. മാത്രമല്ല ഇതൊരു അറബിക് ലെറ്റേഴ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കഥയാണ്. ഞാനൊരു വീട്ടിൽ ട്യൂഷന് പോവാണ്. ഒരു ചെറിയ പയ്യനാണ്, 1ാം ക്ലാസ്സിൽ സ്കൂളിൽ പഠിക്കുന്ന ഒരു പയ്യൻ. മദ്രസയിൽ പോയിട്ടില്ല. അവനിക്കൊരു ട്യൂഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ പോകുന്നത്. ഈ കഥ നടക്കുന്നത് ഈ തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുട എന്ന് പറയുന്ന സ്ഥലത്ത് കാട്ടൂർ എന്ന് പറയുന്ന പ്രദേശത്താണ്. അപ്പോൾ ഈ പയ്യന് അറബിക് ലെറ്റേഴ്സൊക്കെ ഏകദേശം അറിയാം, വായിക്കാനറിയാം. പക്ഷെ അതുപോലെ പേരൊന്നും അറിയില്ല. കുറേയൊക്കെ ലെറ്റേഴ്സ് അറിയാം, കുറേ അറിയില്ല. അറിയുന്ന ലെറ്റേഴ്സ് തന്നെ അതിൻ്റെ പേരൊന്നും അറിയില്ല. ഇങ്ങനെയാണ് അതിൻ്റെ അവസ്ഥ. അപ്പോൾ ഞാൻ അവനങ്ങനെ ലെറ്റേഴ്സൊക്കെ പഠിപ്പിച്ച് അലിഫ്, ബാ, താ, താ, ജീം ഇങ്ങനെയൊക്കെ പഠിപ്പിച്ച് വന്നു. അവസാനം ഞാൻ അവനെ ദാല് പഠിപ്പിക്കാം. അങ്ങനെ ദാല് അവന് പഠിച്ചു. അതിനുശേഷം പിന്നെ ഉള്ളത് വാവാണ്. വാവ് എന്ന് പറയുന്ന ഈ അക്ഷരമാണ്. അപ്പോൾ ഈ വാവ് എന്ന് പറയുന്ന അക്ഷരം അവന് അറിയാം, പക്ഷെ അത് വാവ് എന്നാണ് അതിന് പേര് എന്ന് തന്നെ അറിയില്ല. അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ ഇവനോട് ചോദിച്ചു ഇത് ഏതാ അക്ഷരം എന്ന് ചോദിച്ചപ്പോൾ അവൻ എടുത്ത് വായിക്ക് എന്താ പറഞ്ഞെന്നറിയോ? വാലിന്ന്. എന്നാൽ അങ്ങനെ അവന് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ട് മുമ്പ് അവൻ പഠിച്ചത് ദാലാണ്. അപ്പോൾ അവനെ അതിലേക്ക് ചേർത്തിക്കൊണ്ട് അവനെ അനുകരിച്ചുകൊണ്ട് വാവിനെ വാലി എന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മുടെ മക്കളൊക്കെ അങ്ങനെയാണ്. കുട്ടികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അനുകരണശീലം ഉണ്ടാകും അവർക്ക്. അപ്പോൾ പുറത്തുനിന്ന് കാണുന്നതൊക്കെ അനുകരിക്കും. നമ്മുടെ വീട്ടിൽ നമ്മൾ സംസാരിക്കുന്ന സംസാരം അത് അനുകരിച്ചിട്ടാണ് അവർ സംസാരിച്ച് പഠിക്കുന്നത്, അവർ നടക്കാൻ പഠിക്കുന്നത്, അവരുടെ നടത്തത്തിലെ ശൈലി, അവരുടെ സ്വഭാവത്തിൻ്റെ രൂപീകരണം ഇതൊക്കെ നമ്മുടെ വീട്ടിൽ നിന്നാണ്, സമൂഹത്തിൽ നിന്നും വീട്ടിൽ നിന്നും. എസ്പെഷ്യലി ചെറുപ്പത്തിൽ വീട്ടിലാണല്ലോ കൂടുതൽ സമയം ചെലവഴിക്കുക. അപ്പോൾ ഉമ്മയുടെയും ഉപ്പയുടെ സഹോദരങ്ങളുടെയൊക്കെ സംസാരവും ശൈലിയും സ്വഭാവമൊക്കെ കുട്ടികളെ കൃത്യമായിട്ട് ബാധിക്കും, എഫക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മുടെ വീട്ടിൽ നല്ല അന്തരീക്ഷം ഉണ്ടാക്കണം. അവിടുത്തെ സംസാരങ്ങൾ ശ്രദ്ധിക്കണം. ചെറിയ മക്കളുണ്ട്, അവർ ഇമിറ്റേറ്റ് ചെയ്യും, അവർ പെട്ടെന്ന് പിടിച്ചെടുക്കും. അപ്പോൾ അവർ പിന്നീട് അവർ അതാണ് ഉപയോഗിക്കുക എന്നൊരു ബോധം നമുക്ക് ഉണ്ടാവണം. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ വീട്ടിലെ അന്തരീക്ഷം നമ്മൾ ക്രമീകരിക്കണം. നമ്മുടെ മക്കളുടെ മുന്നിൽ വെച്ചിട്ട് നമ്മൾ ചീത്ത വാക്കുകൾ പറയരുത്, തമ്മിൽ ശണ്ട കൂടരുത്, അടി കൂടരുത്, വഴക്കുണ്ടാവരുത്. പക്ഷെ സ്നേഹപ്രകടനങ്ങൾ ഉണ്ടാവണം. അപ്പോൾ അവരത് ഇമിറ്റേറ്റ് ചെയ്യും. കുട്ടികൾ എങ്ങനെയാണ് സ്നേഹം, ഒരാളോട് സംസാരിക്കേണ്ടത് എങ്ങനെ, മൂത്തവരെ ബഹുമാനിക്കേണ്ടത് എങ്ങനെ, ചെറിയവരോട് കരുണ കാണിക്കേണ്ടത്, ഇതൊക്കെ നമ്മളിൽ നിന്നാണ് പഠിക്കുന്നത്. അല്ലാതെ കുട്ടികൾ ഹാർഡ്വേർഡ് യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് പഠിച്ചു വരുന്നൊന്നുമല്ല. നമ്മളാണ് അവരെ ഗുരുനാഥന്മാർ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ ഒരു കുട്ടിയുടെ ആദ്യത്തെ പാഠശാല എന്ന് പറയുന്ന ഉമ്മയുടെ മടിത്തട്ടാണ്. അപ്പോൾ ഉമ്മയുടെ ലോകമാണ് കുട്ടിയുടെ ലോകം. അപ്പോൾ വീട്ടിൽ നിന്ന് നമ്മൾ കൃത്യമായിട്ടുള്ള ഗൈഡൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ നന്നായിട്ട് വളരും, നല്ല ശീലമുള്ളവരാവും, നല്ല ജീവിതത്തിൽ ലക്ഷ്യമുള്ളവരായി മാറും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെയൊക്കെ നല്ല സൽസ്വഭാവികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഖൈർ സ്വലാഹിൻ്റെ അഹ്ലുകാർ